जजमेंट जो है इसी चीज के लिए रहेगी। इनका കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ വാർത്താസമ്മേളനമാണ് കാണുന്നത്. ആനുവൽ പ്രസ് മീറ്റാണ് കരസേനാ മേധാവിയുടേത്. എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. നന്ദഗോപൻ, ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയാണ്. ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വാർത്താസമ്മേളനത്തിൽ കരസേനാ മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. വിവരങ്ങൾ. ഉപേന്ദ്ര ദ്വിവേദി അദ്ദേഹം സൂചിപ്പിക്കുന്നത് പ്രധാനമായും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. പാകിസ്ഥാന് ശക്തമായ ഭാഷയിൽ തന്നെ ഭാരതം മറുപടി നൽകും. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രത അത് ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് വടക്കൻ സംസ്ഥാനങ്ങളിൽ, കശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സൈന്യവും അതേപോലെ തന്നെ മറ്റ് സർവീസുകളും ജാഗ്രത തുടരുന്നു എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ട്രൈ സർവീസിൻ്റെ 3 കര, നാവിക, വ്യോമ സർവീസുകളുടെ സംയുക്ത ഓപ്പറേഷൻ്റെ മകുടോദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. തീവ്രവാദികളുടെ 9 കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചു. അതിൽ 7 കേന്ദ്രങ്ങൾ കൃത്യമായി തന്നെ അതിൽ നേട്ടമുണ്ടാക്കാൻ അല്ലെങ്കിൽ ആ ലക്ഷ്യം ഭേദിക്കുവാൻ വേണ്ടി ഭാരതത്തിൻ്റെ സൈനിക വിഭാഗങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഉപേന്ദ്ര ദ്വിവേദി വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം ഏതാണ്ട് കൊല്ലപ്പെട്ടവരിൽ 65% പാകിസ്ഥാൻ വംശജരായിരുന്നു. അതായത് പാകിസ്ഥാൻ വംശജരായിരുന്നു കൂടുതലായി ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറി ആക്രമണങ്ങൾ നടത്താൻ തുനിഞ്ഞത് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭാരതം കൃത്യമായി മറുപടി നൽകി. മെയ് 7-ാം തീയതി 22 മിനിറ്റ് നീണ്ടുനിന്ന കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാൻ നൽകിയത്. തുടർന്ന് 10-ാം തീയതി 88 മണിക്കൂർ നീണ്ടുനിന്ന പോരാട്ടം ഭാരതത്തിൻ്റെ 3 സൈനിക വിഭാഗങ്ങൾ ചേർന്ന് നടത്തിയെന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇതൊരു തുടക്കം മാത്രമാണ്. ഓരോ അടിക്കും കർശനമായ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ് ഉപേന്ദ്ര ദ്വിവേദി വ്യക്തമാക്കുന്നത്. അതിൽ യാതൊരുവിധ ദയാദാക്ഷിണ്യവും ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് 3 സൈനിക വിഭാഗങ്ങൾക്കുമായി നൽകിയിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഓപ്പറേഷൻ സിന്ദൂർ അതിന് ഉദാഹരണമായിരുന്നു. അങ്ങനെ ഭാരതത്തിൻ്റെ സൈനിക വിഭാഗങ്ങൾക്കിപ്പോൾ പരിപൂർണമായ സ്വാതന്ത്ര്യം ലഭിച്ച അവസ്ഥയിൽ ഇനി ഒരടിക്കും തിരിച്ചടി ഉണ്ടാകാതെ പോകില്ല എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടായത്. മാത്രമല്ല, ഈ കശ്മീർ അടക്കമുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ സമാധാനം പുലരുന്ന ഒരു സാഹചര്യമാണ്. അത് ടൂറിസം രംഗത്ത് കശ്മീരിലുണ്ടായ മാറ്റം അതിന് മകുടോദാഹരണമാണ് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത്. ഭാവിയിലും സമാധാനം പുലരുവാൻ വേണ്ടി സംസ്ഥാന സർക്കാരും അതേപോലെ തന്നെ ആഭ്യന്തര മന്ത്രാലയവും വിവിധ സൈനിക വിഭാഗങ്ങളും പോലീസ് അടക്കമുള്ളവരുമായി സംയുക്തമായി ചേർന്ന് മുന്നോട്ട് പോകുമെന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഏതായാലും പാകിസ്ഥാന് കൃത്യമായ സന്ദേശം, ഒപ്പം തന്നെ പാകിസ്ഥാന് കൃത്യമായ ഒരു നിലപാട് കൂടിയാണ് ഭാരതം വ്യക്തമാക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ ഇനി ഭാരതത്തെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ കർശനമായ നടപടിയുണ്ടാവും, കർശനമായി തിരിച്ചടിക്കുമെന്നുള്ളത് തന്നെയാണ് ഉപേന്ദ്ര ദ്വിവേദി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നന്ദഗോപൻ, ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കനത്ത തിരിച്ചടി ഭാരതം പാകിസ്ഥാന് നൽകി. എന്നിട്ടും പാഠം പഠിക്കുന്നില്ല ഒരു രാജ്യം. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ ഈ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഇപ്പോഴും സജീവമായി 8 ഭീകരവാദ ക്യാമ്പുകൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നതാണ്. അപ്പോൾ ഭാരതം വളരെ കൃത്യമായ ജാഗ്രത, നിരീക്ഷണം പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് മേൽ വച്ചിട്ടുണ്ട് എന്നല്ലേ അർത്ഥമാക്കേണ്ടത്? നിലമായി കനത്ത തിരിച്ചടി നൽകിയിട്ടും പാകിസ്ഥാൻ ഭീകരവാദത്തിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും ഭാരതത്തിലേക്ക് നുഴഞ്ഞുകയറ്റക്കാരെ അയക്കുവാൻ വേണ്ടി, ഭാരതത്തിൻ്റെ അതിർത്തികൾ മാന്തുവാൻ വേണ്ടി, അതിർത്തികൾ വഴി ഇത്തരം നുഴഞ്ഞുകയറ്റക്കാരെ ഭാരതത്തിലെത്തിച്ച് ഇവിടെ അശാന്തി പരത്തുവാൻ വേണ്ടി പാകിസ്ഥാൻ നിരന്തരം ശ്രമങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത്. ഇപ്പോൾ നിലവിൽ ഈ അതിർത്തിയിൽ ചില ക്യാമ്പുകൾ ഭീകരർക്കായി പ്രവർത്തിക്കുന്നു. ആ ക്യാമ്പുകളൊക്കെ ഈ ഭാരതത്തിലേക്ക് ഈ നുഴഞ്ഞുകയറ്റക്കാരെ വിടുവാൻ വേണ്ടിയുള്ള പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങളാണ്. അല്ലെങ്കിൽ പരിശീലനം നൽകിയ ശേഷം അവരെ ഇവിടേക്ക് കടത്തിവിടുവാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത്. പാകിസ്ഥാന് കൃത്യമായ സന്ദേശമാണ് നൽകുന്നത്. ആ ക്യാമ്പുകളിൽ പരിശീലിപ്പിച്ച ഭീകരവാദികളെ ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് കടത്തിവിട്ട് ഇവിടെ ചോരപ്പുഴയെടുക്കാനാണ് ശ്രമമെങ്കിൽ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. മറിച്ച് കർശനമായ ഭാഷയിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉപേന്ദ്ര ദ്വിവേദി സൂചിപ്പിക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇപ്പോഴും അശാന്തി പരത്തുവാൻ വേണ്ടി
വേണ്ടിയുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായാണ് ഇത്തരം അതിർത്തി മേഖലയിൽ പാകിസ്ഥാനിൽ ഇത്തരം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ക്യാമ്പുകളിൽ ഭീകരർക്ക് പരിശീലനം നൽകുന്നു. പാകിസ്ഥാനിൽ ഇത്തരം ഭീകരരെ കടത്തിവിടുന്നത് കശ്മീരിൽ മാത്രമല്ല മറ്റ് തന്ത്രപ്രധാന മേഖലകളിലും അശാന്തി പടർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതൊരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല. സൈനിക വിഭാഗങ്ങൾ പൂർണ്ണമായും ജാഗരൂകരായി തന്നെ ഈ മേഖലകളിൽ നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ഈ മേഖലകളിൽ പെട്രോളിംഗ് അടക്കം കർശനമാക്കിയ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മഞ്ഞ് വീഴ്ച കൂടുതലുള്ള സമയങ്ങളിലാണ് ഇത്തരം ഭീകരവാദികൾ ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറി ഇവിടെ അശാന്തി പരത്തുവാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നത്. മുൻകാലങ്ങളിലും സമാനമായ രീതിയിലുള്ള ഒരു അപ്രോച്ചായിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഏതായാലും ഇത്തവണ കൂടുതൽ സൈനിക വിഭാഗങ്ങളെ രംഗത്തിറക്കി ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങളുടെ കൂടി സഹായത്തോടു കൂടി തന്നെയാണ് സൈനിക വിഭാഗങ്ങൾ ഇത്തരം നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളെ തടയുവാൻ വേണ്ടി. പാകിസ്ഥാന് കനത്ത മുന്നറിയിപ്പ് നൽകുകയാണ് ഭാരതം. ഭീകരർക്കെതിരായ പോരാട്ടം തുടരും. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ ആക്രമണങ്ങൾക്കും തിരിച്ചടി ഉണ്ടാവുമെന്നും കരസേനാ മേധാവിയുടെ മുന്നറിയിപ്പുണ്ട്. എസ് നന്ദഗോപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.